ഫെബ്രുവരി മാസം 1-ാം ഞായറാഴ്ച സഭയായി നാം ചിന്തിക്കുന്ന ആ വിഷയം സൃഷ്ടിയുടെ സർവ സമ്പൂർണതയിലേക്ക് നയിക്കുന്ന ശബത്ത്. സാബത്ത് ലീഡ്സ് ടു ദി ഫുൾനെസ് ഓഫ് ക്രിയേഷൻ എന്നുള്ളതാണ്. ധ്യാനത്തിനായി 2 വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഉടനെ പരീശന്മാർ പുറപ്പെട്ടു, അവനെ നശിപ്പിക്കേണ്ടതിന് ഹേരോദ്യരുമായി ആലോചന കഴിച്ചു. സൃഷ്ടി വിവരണത്തിൻ്റെ അവസാന ഭാഗമാണ് ധ്യാനത്തിനായി വായിച്ച ആദ്യ വേദഭാഗത്ത് നാം കാണുന്നത്. സൃഷ്ടിതാവായ ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം സൃഷ്ടി പ്രക്രിയയിൽ നിന്നും പിൻവാങ്ങി വിശ്രമിക്കുകയും ആ ദിവസത്തെ ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഒരു ദേവാലയത്തിൻ്റെയോ ഭവനത്തിൻ്റെയോ പണി പൂർത്തീകരിച്ചതിന് ശേഷം കൂദാശ ചെയ്ത് വേർതിരിക്കുന്നതിന് സമാനമാണ് ഈ പ്രവർത്തനം. സൃഷ്ടിപ്പിൽ തന്നെയുള്ള ദൈവ ഉദ്ദേശമായി 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നുള്ളതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തോടൊപ്പം സന്തോഷിക്കുവാൻ വേർതിരിച്ച ഒരു ദിനമാണ് ശബത്ത്. ശബത്ത് ആചരണം ജോലി ചെയ്യുന്നതിൻ്റെ പൂർണ്ണതയും പൂർത്തീകരണവുമാണ്. ഒന്നാമതായി സൃഷ്ടിയുടെ മകുടമായ ശബത്ത്, സാബത്ത്, ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. യഹൂദന്മാരുടെ ശബത്ത് ആചരണത്തെക്കുറിച്ച് പല നിയമങ്ങളെ വിവരിക്കുമ്പോൾ പ്രധാനമായും കാണുന്ന ഒരു കാര്യം ശബത്ത് ജോലിയിൽ നിന്നും പിൻവാങ്ങി വിശ്രമിക്കുവാനുള്ള ദിവസമാണ്. മറ്റൊന്ന് ദൈവം തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുന്ന ദിവസമാണ്. വേറൊന്ന് ദൈവിക അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തോടൊപ്പം ആഘോഷിക്കുന്ന ദിനമാണ് ശബത്ത്. സൃഷ്ടിയിലെ വൈവിധ്യങ്ങളെ കണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ദിനം. സൃഷ്ടാവിൻ്റെ കരവിരുതിൻ്റെ ശക്തിയിൽ വിസ്മയം കണ്ടെത്തുവാൻ കഴിയണം. ഇതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട മറ്റൊന്നാണ് സഹജീവികളുടെ വേദനാജനകമായ ജീവിത അനുഭവങ്ങളിൽ പങ്കുചേരുന്ന, ജീവന്റെ നിറവിലേക്ക് നയിക്കുന്ന ഒരു ദിനമായും ശബത്ത് ആചരണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. രണ്ടാമതായി വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ദിനം. സാബത്ത് കൺസോൾസ് ദോസ് ഇൻ പെയിൻ. വേദനിക്കുന്നവരെ തിരസ്കരിക്കുന്ന കഠിനഹൃദയരായ ഒരു ആരാധനാ സമൂഹത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സമീപനമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടിയും ഉപദേശങ്ങളിൽ കൂടിയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശബത്തിൻ്റെ വികലമായ ആചരണം യഹൂദ മത നേതാക്കന്മാരെ മറ്റുള്ളവരിൽ നിന്ന് എല്ലായ്പ്പോഴും അകറ്റി നിർത്തിയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യുക എന്നാൽ ശബത്ത് ആചരിക്കുക എന്നതായിരുന്നു അവർ കണ്ട അതിനുള്ള അർത്ഥം. യേശുവിൻ്റെ സമീപനം തികച്ചും വ്യത്യസ്തമായിരുന്നു എന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അനേക എതിർപ്പുകൾക്കിടയിലും ഒരു മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നത് ഇതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. മനുഷ്യന്റെ രീതിയല്ല, മനുഷ്യന്റെ സമീപനമല്ല, ദൈവത്തിൻ്റെ സമീപനമെന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. എതിരാളികളെ നിശബ്ദരാക്കി യേശു ഒരു ചോദ്യം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചോദ്യം ചോദിച്ചതിന് ശേഷം കോപത്തോടെ അവരെ വീക്ഷിക്കുന്നു. ആരാധനാ സമൂഹം പലപ്പോഴും അനേകർക്ക് രക്ഷയ്ക്കുള്ള വഴിമുടക്കുകളായി അല്ലെങ്കിൽ വഴിമുടക്കുന്നവരായിട്ട് മാറുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മൂന്നാമതായി ദൈവിക പദ്ധതിയിലെ
നിയന്ത്രണങ്ങളില്ല എന്ന് നാം കാണുന്നു. നോ കൺട്രോൾ ഇൻ ഗോഡ്സ് പ്ലാൻ. നിയമത്തിൻ്റെ കാഠിന്യത്തെക്കാൾ കരുണ അല്ലെങ്കിൽ ആർദ്രത ഈ പ്രവർത്തനങ്ങളിൽ ഉടനീളം നിഴലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവ കൂട്ടുമുട്ടുന്നിടത്ത്, അതായത് നിയമവും കരുണയും കൂട്ടുമുട്ടുന്നിടത്ത് കരുണ ജയിക്കുന്നു എന്ന് നമുക്ക് കാണാം. അവൻ്റെ ഒരപേക്ഷയും കൂടാതെ അവനെ സൗഖ്യമാക്കുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ന്യായശാസ്ത്രിമാരും പരീശന്മാരും നിശബ്ദരാകുന്നു. ദൈവിക പദ്ധതിക്ക് നിയന്ത്രണങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ പരീശന്മാർ യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതും ഇതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു സമൂഹം, അവരെന്നെ ഒറ്റപ്പെടുത്തുന്ന ശബത്താചരണവും ആരാധനയും ആചാരാനുഷ്ഠാനങ്ങളും ദൈവഹിതത്തിന് വിപരീതമാണെന്ന് ഇന്നത്തെ ചിന്താവിഷയം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. അവരുടെ വേദന മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളുന്ന ഒരു ആരാധനാ സമൂഹമായിട്ട് ഞങ്ങളെ വരും നാളുകളിൽ നിലനിർത്തുവാനായിട്ട് കഴിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. സർവ സൃഷ്ടിക്കും കാരണഭൂതനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സൃഷ്ടിച്ച ഈ ലോകത്തിനായിട്ടും ഈ ലോകത്തിൻ്റെ മനോഹാരിതയ്ക്കായിട്ടും സൗന്ദര്യത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണതയും സൃഷ്ടിപ്പിൻ്റെ അനുഗ്രഹവും ശുദ്ധീകരണവും ഒക്കെ ഇന്നത്തെ ചിന്തകളിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നല്ലോ. ശബത്താചരണം എന്താകുന്നു എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ആരാധനാ സമൂഹമായി മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുന്ന, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരാരാധനാ സമൂഹമായി നിൽക്കുവാൻ ഞങ്ങളെ അവിടെ ഇടയാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.